ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം മാവിൻ്റെ വേനൽക്കാല പരിചരണം. നമുക്ക് അറിയാം, മാവിന് ഒരുപാട് അസുഖങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ പിടിക്കുന്നുണ്ട്. അതായത് പിടിക്കപ്പെടുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ പെട്ടെന്നുള്ള മാറ്റം. അതായത് ചില സമയത്ത് മഴ കൂടുതൽ നിൽക്കുന്നു, അതിനുശേഷം വെയിൽ വരുമ്പോൾ അതേപോലെ കടും വെയിലായിട്ടാവും. അപ്പോൾ ആ ചൂട് കാലാവസ്ഥയിലും ഈ തണുപ്പും പിന്നെ അതേപോലെ ഇങ്ങനെ ഇടകലർന്ന് വരുമ്പോൾ മാവിന് ഒരുപാട് ഫംഗസ് രോഗങ്ങൾ പിടിപെടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതേപോലുള്ള മാവുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇതൊരു 6-7 വർഷം പഴക്കമുള്ള മാവാണ്. ഇത് ചന്ദ്രക്കാരൻ എന്ന ഇനം മാവാണ്, ചന്ദ്രക്കാരൻ. അപ്പം ഇതിനെ ഞാൻ പ്രൂൺ ചെയ്തിട്ടാണ് പല തട്ടായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇത് ഏകദേശം ഒരു കുട പോലുള്ള രൂപത്തിലാക്കി. പിന്നെ ഇത് ഇച്ചിരൂടെ നന്നായിട്ട് വന്നതിന് സൈഡിൽ റബ്ബറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ഒന്നുകൂടെ കുട പോലെ ആവാഞ്ഞത്. സൈഡിലൊക്കെ റബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം കുറച്ചിപ്പം ചൂടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണലൊക്കെ മാറി. അപ്പോൾ ഇനിയിപ്പം ഇതിനകത്ത് നിന്ന് നന്നായിട്ട് ഏകദേശം കായ്ഫലം വന്ന് തുടങ്ങാറായ ഒരു മാവാണ് ഇത്, ചന്ദ്രക്കാരനാണ്. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ നല്ല രീതിയിൽ എങ്ങനെയാണ് പരിചരണം ചെയ്യുന്നത്? അപ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടൊരു വാക്കാണ് സാഫ് എന്നത്. സാഫ് എന്നത് ഒരു ഫംഗിസൈഡാണ്. അതായത് നമ്മൾ കുമിളിനെ ഒക്കെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുമിൾ നാശിനിയാണ് സാഫ്. ഇപ്പോൾ സാഫ് എന്ന് പറയുന്നത് ഇതൊരു സിസ്റ്റമിക് ഫംഗിസൈഡാണ്. ഇപ്പം ഞാൻ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഫംഗിസൈഡ് ഉപയോഗിക്കണമെന്നത്. ഇപ്പം 2 തരത്തിലുള്ള ഫംഗിസൈഡ് ഉണ്ട്. ഒന്ന് സിസ്റ്റമിക് ഫംഗിസൈഡ് ഉണ്ട്, 2 കോണ്ടാക്ട് ഫംഗിസൈഡ് ഉണ്ട്. ശരിക്കും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ഫംഗിസൈഡ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, സിസ്റ്റമിക് ഫംഗിസൈഡ് ഉപയോഗിക്കണം. കോണ്ടാക്ട് ഫംഗിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഒരു ഫംഗസിനെ കാണുന്നത്, അതായത് ഒരു പൂപ്പൽ രോഗം എവിടെയാണോ കാണുന്നത്, നമ്മൾ അവിടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷനിൽ മാത്രമേ ആ ഫംഗസിനെ അത് നശിപ്പിക്കുകയുള്ളൂ. എന്നാൽ സിസ്റ്റമിക് ഫംഗിസൈഡ് നേരെ തിരിച്ചാണ്. സിസ്റ്റമിക് ഫംഗിസൈഡ് നമ്മൾ ഏതൊരു പോർഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും അത് അതിൽ നിന്ന് ഉള്ളിലേക്ക് കടന്ന് അത് ആ ഒരു വൃക്ഷത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കും. അങ്ങനെയാണ് ആ ഫംഗസ് മുഴുവനായിട്ട് അതിനെ നശിപ്പിക്കും. ആ ഫംഗസിനെ മുഴുവൻ നശിപ്പിച്ച് ആ ഒരു ചെടിക്ക് അതിന് പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സാഫ് എന്ന് പറയുന്നത് കാർബൻഡാസിം മാങ്കോസെപ് എന്നുള്ള ഒരു മിശ്രിതമാണ്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് വലിയ പോയിസൺ ഒന്നുമല്ല. അപ്പോൾ ഇത് എല്ലാവരും ഉപയോഗിക്കണം. ഇതിപ്പോൾ ഈ ഒരു ഫംഗിസൈഡ് എന്ന് പറയുന്നത് ഇതിന് മാത്രമല്ല, ഏത് ചെടിക്കും, പഴച്ചെടിയൊക്കെല്ലാം. പിന്നെ അതേപോലെ വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് പേര് ആൾക്കാരും കാണിക്കുന്നൊരു മണ്ടത്തരമാണ്, അതായത് പൊതയിടുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി ഏകദേശം ഇതേപോലെ ചേർത്ത് ഇട്ട് വെള്ളവും കൂടെ കോരി ഒഴിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ചേർന്ന് അടിയിൽ നിന്ന് പിന്നെ വെള്ളമയമുള്ളപ്പം നന്നായിട്ട് ചെതൽ കയറുമ്പോൾ അത് കൂടാതെ തന്നെ ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് ഈർപ്പം നിലനിൽക്കുമ്പം ഫംഗസ്, അതായത് കുമിൾ പിന്നെയും വളർച്ച കൊണ്ട് നമ്മൾ മുകൾ ഭാഗം കരിഞ്ഞുണങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. മുകൾ ഭാഗം കരിഞ്ഞുണങ്ങുന്നത് വേറൊരു അസുഖമുണ്ട്. അതെന്ന് പറയുന്നത് ഡൈബാക്ക് എന്ന് പറഞ്ഞ അസുഖമാണ്. അത് ഇതിനകത്ത് അങ്ങനെ വലിയതായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ, ഞാൻ കാണിക്കായിരുന്നു. അത് ചില സ്പോട്ടിൽ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. അങ്ങനെയുള്ളൊരു മാവ് ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ ഈ സാഫും അതുപോലുള്ള ഫംഗിസൈഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ വലിയ രീതിയിലുള്ള അസുഖം വന്നിട്ടില്ല. ഞാൻ നേരത്തെ ഒരു മാവിന് അങ്ങനെ വന്നതിനെ മുറിച്ച് കളഞ്ഞ് ട്രീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ കരിയിലാണെങ്കിലും പൊത ഇടുമ്പോൾ ഏതൊരു കാലത്ത്, ഇപ്പോൾ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നമ്മൾ ഒരടി വിട്ട്, അതായത് ഒരടി എന്ന് വെച്ചാൽ ഒരു 30 സെൻറ്റിമീറ്റർ വിട്ടെങ്കിലും മാത്രമേ നമ്മൾ പൊത ഇടാവൂ. അതായത് വേനൽക്കാലത്താകുമ്പോൾ അത് കൂടുതലും ശ്രദ്ധിക്കണം. മഴക്കാലത്താകുമ്പോൾ നല്ലപോലെ മഴ ലഭിക്കുന്ന സമയമായതുകൊണ്ട് അതിനകത്ത് കുറച്ചെങ്കിലും ഈ പറയുന്ന കുമിളുകളൊക്കെ വളർച്ച കുറച്ച് മുരടിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് വെള്ളം കിട്ടുന്ന അന്തരീക്ഷം വരുമ്പോൾ. പക്ഷേ എന്നാലും മൂട് ചെയ്യൽ രോഗം വരും. ഇതിപ്പോൾ ഈ ഒരു മാവിന് ഈ ഒരു വിഷയം വരത്തില്ല, ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതുകൊണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഏകദേശം വേര് വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വളർച്ച അനുസരിച്ച് ഏകദേശം ഒരു മീറ്ററോളം വളർച്ച, 1 മീറ്ററോളം ചുറ്റളവിൽ ഇതിൻ്റെ വേര് പടലങ്ങൾ കാണും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് നനയ്ക്കേണ്ടത് ആ പോർഷനിലാണ്. ചിലർ തടിയെ കൂടെ ചേർത്ത് വെള്ളം ഒഴിക്കും. അങ്ങനെ കൊടുത്തിട്ട് ആവശ്യമില്ല. നമ്മളൊരു 1.5 അടിയെങ്കിലും വിട്ടതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു വളർച്ച എത്തിയ മാവിനൊക്കെ അങ്ങനെയാണ്. പിന്നെ അതേപോലെ ഗ്രോ ബാഗിലൊക്കെ നടുന്ന മാവിനൊക്കെ ആണെങ്കിലും നമ്മൾ അതേപോലെ തന്നെ ചുവട് ചേർത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഗ്രോ ബാഗിൻ്റെ സൈഡ് ചേർത്ത് വെള്ളം ഒഴിച്ചാൽ മതിയാവും. പിന്നെ പക്ക് വേര്, അതായത് ചെറിയ രീതിയിലുള്ള 4 വേരുകളുള്ളത് കൊണ്ട് അത് സൈഡിലേക്കായിരിക്കും വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒഴിച്ചാൽ മതി.
അപ്പോൾ ഇപ്പം ഇങ്ങനെ ഈ രീതിയിലുള്ള മാവിൻ്റെ പരിചരണം എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ഈ പറയുന്ന സാഫ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാം സാഫാണ്. 100 ഗ്രാം സാഫിന് ഏകദേശം 110 രൂപയോളം വിലയാണ്. അപ്പം നിങ്ങൾ എത്രയും ഏതൊരു സാധനം വാങ്ങിച്ചാലും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. ഏകദേശം 2025 വരെ ഉള്ളതുണ്ട്. അപ്പം അത് നമ്മൾ നോക്കി തന്നെ വാങ്ങണം, എങ്കിലേ അതിൻ്റെ ആ ഗുണം കിട്ടുകയുള്ളൂ. പല കടകളിലും തീരാറായത് ചിലപ്പോൾ കാണും. ഇതിൻ്റെ ഒരു 100 ഇതിപ്പം 20 ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ട്, അത് 40 രൂപയൊക്കെയാണ്. അതിനെക്കാട്ടി ലാഭം നമുക്ക് 100 ഗ്രാമിന് 110 രൂപയോളം കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. 105-110 രൂപയ്ക്ക് നമുക്കിത് പിന്നെ കടകളിൽ കിട്ടും. അപ്പോൾ ഇതേപോലുള്ള പൊടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇതേപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ കളറ് കാണിക്കാം. ഇതിപ്പം ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുടഞ്ഞിട്ടിട്ട് ഇതിപ്പം മഴക്കാലത്താണെങ്കിൽ നമ്മൾ സാധാരണ മഴക്കാലത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ഒരുതരം പശ ഉപയോഗിക്കും. അപ്പോൾ അത് നമ്മൾ ഈ അഗ്രികൾച്ചർ ഷോപ്പുകളിലൊക്കെ പോയി തിരക്കിയാലറിയാം. പിന്നെ അത്തരത്തിലുള്ള പശ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. നമുക്ക് ഇപ്പോൾ ഈ സമയത്തൊന്നും പശ ചേർക്കേണ്ട ആവശ്യമില്ല. വേനൽക്കാലമായതുകൊണ്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചവെള്ളം ഇങ്ങനെ ചേർത്തിട്ട് ഇതിനകത്ത് നിന്ന് ഇത് സാധാരണ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചാൽ മതി. ഇൻ കേസ് ബ്രഷ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ തൊണ്ടുണ്ടല്ലോ അതിൻ്റെ ചകിരി ചെറിയ രീതിയിൽ ചതച്ചിട്ട് തേച്ച് കൊടുക്കാനും. ഇനി അതും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഈ തുണി വെച്ചിട്ട് ഇതിനകത്ത് മുക്കി തേച്ച് കൊടുക്കാം. പിന്നെ തുണി മുക്കിയൊക്കെ തേക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് സാധാരണ നമ്മളൊരു ഗ്ലൗസ് എങ്കിലും ഇടണം. കയ്യിൽ ഒരുപാട് അങ്ങനെ പടരലില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് മുക്കി അങ്ങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൈക്കൊക്കെ ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇതിപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്താൽ മതി. ഇതിങ്ങനെ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഉള്ള രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് കനത്തിലങ്ങ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലുള്ള ഗുണമെന്ന് പറയുന്നത് ഇത് നന്നായിട്ട് അങ്ങ് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മഴ പെയ്താലൊന്നും ഇത് പോകത്തില്ല. നമ്മൾ ഈ പശ വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരിയൂടെ ഗുണം ചെയ്യും. അത് ശകലം നാളൂടെ അത് നിൽക്കും. ഇതിപ്പം ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇലകളിലും കൊടുക്കാം. ഇപ്പം ഞാനിത് സാധാരണ ഡയറക്റ്റായിട്ടല്ല, ഇതിങ്ങനെ തേച്ചല്ലേ കൊടുത്തേ. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഇലകളിൽ അതേപോലെ എന്തെങ്കിലും ഫംഗസ് രോഗങ്ങൾ കാണുകയാണെങ്കിൽ ഇതിനിപ്പോൾ ഇതിപ്പോൾ 100 ഗ്രാമാണ്. ഇതിൽ നിന്ന് 2 ഗ്രാം, അതായത് ഒരു സ്പൂണിൻ്റെ ഒരു ശകലം 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇലകൾ ശരിക്കും, അതായത് നല്ല രീതിയിൽ കുതിർക്കെ തന്നെ നമ്മൾ അതിനെ സ്പ്രേ ചെയ്യണം. അതൊരു ഒരാഴ്ച അതിൻ്റെ തീവ്രത അനുസരിച്ച്, അതായത് ഫംഗസ് രോഗം കൂടുകയാണെങ്കിൽ നമ്മളൊരു 5-6 ദിവസം ഇടവിട്ട് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് റിക്കവർ ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഫംഗസ് രോഗം പിടിപെടുന്ന ശിഖരങ്ങൾ ഇപ്പം ഞാൻ പറയാം. ഇപ്പോൾ ഏകദേശം ഇതേപോലെ തന്നെ ഏതാണ്ട് ഇപ്പം ഇതിൻ്റെ മുകൾ ഭാഗം ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് വിട്ടതാണ്. പിന്നെ ഈ ഒരു പോർഷൻ ഇച്ചിരി വളർത്താൻ വേണ്ടി തന്നെ വിട്ടതാണ്. ഇവിടെ നിന്ന് ഏകദേശം ഇതേപോലെ വെച്ചിട്ട് കുടയായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡിലൊരു റബ്ബർ നിൽക്കുന്നതുകൊണ്ട് അതിനെ അങ്ങോട്ട് വിടാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇച്ചിരി വളർത്താൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പോർഷൻ ഇപ്പോൾ ഇതുപോലെ മുകളിലേക്ക് വളരും തോറും നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് മണ്ടയ്ക്ക് കയറിയൊന്നും തേച്ച് റെഡിയാക്കാൻ പറ്റത്തില്ല. അപ്പം പരമാവധി നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ എല്ലാ ശിഖരങ്ങളും നമ്മുടെ ഒരു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ചെറിയ ഏണിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഉണക്ക് തട്ടുമ്പോൾ ചിലർ സംശയം ചോദിക്കാറുണ്ട്, ഈ വലിയ മാവിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കമ്പുകൾ ഉണങ്ങി, അതായത് നല്ല രീതിയിൽ കമ്പ് ഉണങ്ങും. ചിലർ വിചാരിക്കും വളം വല്ലതും ചെയ്താണോ എന്ന് തന്നെ പലർക്കും സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ വളം ചെയ്ത രീതിയിൽ പലർക്കുള്ള സംശയം ഇതിനകത്ത് എന്തെങ്കിലും കൂടിപ്പോയതാണോ, ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണോ. പക്ഷേ അതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗം ഉണങ്ങി, അതായത് നമ്മൾ എന്തെങ്കിലും വളം കൂടി കൊടുത്തതിൻ്റെ കൂട്ട് തന്നെ ഉണങ്ങി നിൽക്കും. അത് പുറമോട്ട് തന്നെ ഇങ്ങനെ വ്യാപിച്ചു വരും. അതിനെയാണ് ഡൈബാക്ക് എന്ന് പറയുന്നത്. അതിനെയൊക്കെ മാറാൻ ഏറ്റവും അത്യുത്തമമാണ് ഈ പറയുന്ന സാഫ്. അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ശിഖരം ഇതിപ്പോൾ സാധാരണ പ്രായമായി ഉണങ്ങുന്നതാണ്. അല്ലാതെ ഇതിപ്പം ഉണങ്ങി ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്ക് എവിടെയാണോ തുടങ്ങുന്നത് അതിനൊരു 10 സെൻറ്റിമീറ്റർ താഴെ വെച്ചിട്ട് ഈ പച്ച ഭാഗം വെച്ച് തന്നെ അതിനെ മുറിക്കണം. പച്ച ഭാഗം വെച്ച് മുറിച്ചിട്ട് ആ പോർഷനെ മുറിച്ചിട്ട് ഈ ഒരു ഭാഗം എടുത്ത് വേറെ മാവിൻ്റെ ചുവട്ടിലൊന്നും കൊണ്ട് കളയല്. അത് ഫംഗസ്
നിറഞ്ഞ ഒരു കമ്പാണ്. അപ്പോൾ ആ ഫംഗസിനെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ അത് കത്തിച്ച് കളയണം. കത്തിച്ച് കളയാതെ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും വേറെ മാവിന് പകരും. അതിനുശേഷം നമ്മൾ ഈ സാഫ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ചെറിയ രീതിയിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്യുകയും ചെയ്യാം. വലിയ മാവിനൊക്കെ ആണെങ്കിൽ സാഫ് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് സുഖമായിട്ട് കൊടുക്കാം. 1 മാസത്തിന് ശേഷം ഇപ്പം ഇതിൻ്റെ തീവ്രതയൊന്നും കാണുന്നില്ല, നമുക്ക് അതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ സ്പ്രെഡർ എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട്. സ്പ്രെഡർ കെമിക്കലല്ല, ശരിക്കും പറഞ്ഞാൽ അത് എന്താണ് ഒരു ഓയിൽ പോലുള്ളൊരു സാധനമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്ററിലേക്ക് 1-2 മില്ലിയാണ്. 1-2 മില്ലി അല്ല, 1-2 തുള്ളി. അപ്പം അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുവാണെങ്കിൽ അത് ഇലകളിൽ മുഴുവൻ അങ്ങ് പടരും. അതിനെയാണ് സ്പ്രെഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ച് ഈ സാഫ് അതിലേക്ക് നമുക്ക് ചെയ്യാം. അല്ലാതെ നമുക്ക് ഈ പറയുന്നത് ഫംഗസിന് പകരം ഫംഗസിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമുക്ക് മറ്റുള്ള കീടനാശിനികളൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ചിലരാണെങ്കിൽ കീടനാശിനിയൊക്കെ പറയും, ഇതിനകത്ത് ഇച്ചിരി കീടനാശിനിയോട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാരണവശാലും കീടനാശിനിയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഫംഗസ് രോഗങ്ങൾ ശമിക്കത്തില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഫംഗസ് രോഗങ്ങൾ എവിടെ കണ്ടാലും, ഇപ്പം മാവിനാണെങ്കിലും പ്ലാവിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ നന്നായിട്ട് പൊതയിടും. ഈ ഉണക്കിനൊക്കെ നന്നായിട്ട് പൊതയിടും, നല്ലപോലെ വെള്ളം ഒഴിക്കും. എന്നിട്ട് ഉണങ്ങി ഏറ്റവും മുകൾ ഭാഗം ഉണങ്ങി കരിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് പലർക്കും ഒരു സംശയം, ഇത് എന്തെങ്കിലും വാട്ടരോഗം പറ്റിയതാണോ. അത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവട് ചേർത്ത് ഈ കരിയിലേയും വാരി ഇട്ടിട്ട് പൊതയിടുമ്പോഴാണ് വെള്ളം കൊണ്ട് ഒഴിക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിന്റെ ചൂട് കൊണ്ട് ഈ ഫംഗസ് പെട്ടെന്ന് പടരും. അപ്പോൾ അങ്ങനെ പടരുന്നതനുസരിച്ചാണ് ഇത് കരിയുന്നത്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് അതിനെ റിക്കവർ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരും. ആ രീതിയിലേക്ക് നമുക്ക് അതിനെ മാറ്റാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന് വരുന്നതെന്ന്. ഇപ്പോൾ ഇതിപ്പോൾ അസുഖം വന്നിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു മാവിൻ്റെ പകുതി മുക്കാലും വെട്ടിക്കളയേണ്ടി വരും. എങ്കിൽ മാത്രമേ റിക്കവർ ചെയ്ത് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും ചെറിയ രീതിയിലൊരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ഭാവിയിലാണെങ്കിലും ഈ ഒരു മാവിന് അങ്ങനെ ഒരു ഫംഗസ് രോഗം പിടിപെടത്തില്ല. അപ്പോൾ എന്നിരുന്നാലും നമ്മൾക്ക് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഈ ഒരു കാലാവസ്ഥയാണെങ്കിലും നമുക്ക് എപ്പോഴാണ് അതിൻ്റെ മാറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു വേനൽക്കാല മഴ കാണും. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്തു പോകുന്നത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു കാലാവസ്ഥയാണെങ്കിലും പിന്നെ ബാക്കിയുള്ള മാവൊക്കെ ആണെങ്കിലും പടരാതിരിക്കാനും ഇതിനാണെങ്കിലും ഈ ഒരു അസുഖം പകർന്നു കിട്ടാതിരിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.